എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഓരോ പറയാനില്ലാതെ കൃപയൊന്നു മാത്രം യേശുവേ. സുഭാഷിതം. സദൃശവാക്യങ്ങൾ 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഈ അധ്യായങ്ങളിൽ ജ്ഞാനവും വിവേകവും എന്താണെന്നും അത് പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകതയും എങ്ങനെയാണ് അത് പ്രാപിക്കുവാൻ കഴിയുന്നത് എന്നതും, ജ്ഞാനം പ്രാപിച്ച് തന്റെ പോഷവഴികളെ വിട്ടുതിരിയാതിരുന്നാൽ ഉണ്ടാകുന്ന വിപത്തിനെ കുറിച്ചും ഒരു പിതാവ് തന്റെ മകന് കൊടുക്കുന്ന ഉപദേശമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം നമ്മോട് പറയുന്നത് നീതിമാന്മാരുടെ പ്രവൃത്തികളും അവയുടെ ഫലങ്ങളും ദുഷ്ടന്മാരുടെ പ്രവൃത്തികളും അവയുടെ ഫലങ്ങളും തമ്മിലുള്ള ഒരു താരതമ്യമാകുന്നു. 1-ാം വാക്യത്തിൽ ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതു ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. 2 വ്യത്യസ്ത ആൺമക്കളെ കുറിച്ച് ഓരോ മകനും മാതാപിതാക്കളെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ശലോമോൻ എഴുതിയിരിക്കുന്നത്. ജ്ഞാനിയായ മകൻ യഹോവ ഭക്തനാണ്, സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ജ്ഞാനത്തെ അവൻ വിലമതിക്കുന്നു. അവൻ നീതിമാനാണ്, നീതിയുടെ വഴികളിൽ അവൻ നടക്കുന്നു, അപ്പനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. ആരാണ് ഭോഷനെന്ന് സദൃശവാക്യത്തിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ഭോഷന്മാരെ, നിങ്ങൾ പരിജ്ഞാനത്തെ എത്രത്തോളം വെറുക്കുമെന്ന് ചോദിക്കുന്നു. 1-29 വാക്യത്തിൽ അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ, യഹോഭക്തിയെ തിരഞ്ഞെടുത്തതുമില്ല. 10-ാം അധ്യായത്തിന്റെ 2 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നീതിമാന്മാരുടെയും ദുഷ്ടന്മാരുടെയും ഗുണവിശേഷങ്ങൾ താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. ദുഷ്ടന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടതയാൽ അവർ ധനം സമ്പാദിക്കുന്നു, അവരുടെ വായ് സാഹസം മൂടുന്നു, അവരുടെ നടപ്പ് വക്രതയുള്ളതാകുന്നു, ദുഷ്ടന്റെ ആദായം പാപകാരണമാകുന്നു, ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസ്സാരം. ദുഷ്ടന്മാരായി ജീവിക്കുന്നവർക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും, ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും. ദുഷ്ടന്മാരുടെ സംവത്സരങ്ങൾ കുറഞ്ഞു പോകും, ദുഷ്ടന്മാരുടെ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നു. അവസാനം വന്നു ഭവിക്കുന്നത്, ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കയില്ല. ജ്ഞാനത്തെ സ്വീകരിച്ച് ദൈവഭക്തിയോടെ ജീവിക്കുന്ന നീതിമാന്മാരെ കുറിച്ചും നമുക്ക് ചിന്തിക്കാം. നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു, നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെടും, നീതിമാന്റെ വായ് ജീവന്റെ ഉറവയാകുന്നു, നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ജീവമാർഗത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു, നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളി, നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കുന്നു, നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും, നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു, നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ. 30-ാം വാക്യത്തിൽ പറയുന്നു, നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല, ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കയില്ല. The righteous will never be removed, but the wicked will not inhabit the earth. പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യരും നീതിമാന്മാരായി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം വിചാരിച്ചാൽ നമുക്ക് നീതിമാന്മാരാകുവാൻ കഴിയുകയില്ല. നീതിമാനായ യേശു ക്രിസ്തു പാപികളും ദോഷികളുമായ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ജീവൻ അർപ്പിച്ചു, രക്തം ചൊരിഞ്ഞു എന്ന് നാം വിശ്വസിക്കുമ്പോൾ ആ നീതിമാന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു, നീതിമാന്മാരാക്കുന്നു. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു യോഗ്യതയും പറയാനില്ലാതെ കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ
എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, ദയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, ദയൊന്നു മാത്രം യേശുവേ.